സ്ത്രീകളെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ തെറ്റാണ്, അതിനോട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ ആവശ്യക്കാർക്കാണ് ഇത് വേണ്ടത്. സാധാരണ ജോലി ചെയ്യുന്നത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ജെൻസുകൾക്കാണെങ്കിൽ സീറ്റ് പോയിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും ഞങ്ങൾക്ക് കിട്ടില്ല, അവസരം കിട്ടില്ല. അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കുന്നതേ തെറ്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധുക്കളായ നിവർത്തിയില്ലാത്ത എത്രയോ വയസ്സായ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടേ കൊടുക്കാൻ. ഇവിടുന്ന് കയറി ഓർബിറ്റ് ഇറങ്ങാനുള്ളവരും നടന്നു തമ്മാനൂർ വെള്ളം നടന്നു പോയിക്കൊണ്ടിരുന്നു. പ്രിയൊരു ശ്രീവത്ത് ഇവിടെ ഇറങ്ങി അതിൽ കയറി അവിടെ ഇറങ്ങുകയാണ്. അത് പുതിയ ബസ് കുറേ ഇറക്കിയാൽ മതി, അപ്പോൾ ആ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ആരും കയറാൻ പോകത്തില്ലല്ലോ. ഈ സർക്കാർ ജോലിക്കാരെന്ന് ഇതിൽ കയറ്റേണ്ട കാര്യമില്ല, എത്രയോ പാവപ്പെട്ടവരുണ്ട്. ആദ്യം നാടുനീളെ ഫ്ലെക്സുകളും വാർത്താ സമ്മേളനങ്ങളും കയ്യടിയോടെയും ജയിച്ച UDF സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതി ഇന്ന് അതേ സർക്കാർ ഉന്നയിച്ച ഒരു പരാമർശം വൻ ചർച്ചകൾക്ക് വിധേയമായിരിക്കുകയാണ്. സ്ത്രീകളെല്ലാം തന്നെ പ്രിയദർശിനി ബസ്സിൽ തള്ളിക്കയറുകയാണ് എന്ന ഗതാഗത മന്ത്രിയുടെ പരാമർശം ഇന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിൽ ജനങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന ചോദ്യം എന്നത്, ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നോ തങ്ങൾക്ക് സൗജന്യ യാത്ര വേണമെന്ന്? അല്ല, മറിച്ച് സർക്കാർ അധികാരത്തിൽ വരും മുമ്പ് തന്നെ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ പ്രിയദർശിനി സർവീസ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് സാധാരണക്കാരായ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അല്ല, അതിനെ നോക്കിക്കാണെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഈ സാധാരണ ബസ്സുകളെ ആശ്രയിക്കുന്ന ആളുകൾ അവർ സാധാരണ ആളുകളാണ്. അപ്പം അവർ കൂടുതലായിട്ട് ആ ബസ്സിനെ ആശ്രയിക്കും, കൂടുതൽ അതിന് പോകാൻ വേണ്ടി നോക്കും. തന്നെയല്ല, ഈ ബിസി ലൈഫല്ലേ, ചിലപ്പം പല കാര്യങ്ങളുള്ളത് കൊണ്ട് ലേഡീസിന് പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് ആ ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതൊരു തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നമ്മളതിനെ സ്ത്രീക്ക് എതിരെയായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോഴേ അത് നമ്മൾ കാണുന്ന വ്യൂ ഏത് രീതിയിലാണെന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതുകൊണ്ടായിരിക്കാം പുള്ളി പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും അത് പറഞ്ഞത്. പക്ഷേ സ്ത്രീകളെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ തെറ്റാണ്, അതിനോട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അല്ല, ചിലപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ചിലപ്പോൾ സ്ത്രീകൾ അമിതമായിട്ട് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരുപാട് ബസ്സിൽ കയറുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു സെൻസിലാണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. തള്ളിക്കയറുന്നത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് കരുതാമല്ലോ. തള്ളിക്കയറുന്ന പറഞ്ഞാൽ ആൾക്കാർ ഇത് സ്വീകരിച്ചിരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അത് അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഭാഗത്ത് നമുക്കങ്ങനെ ചിന്തിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നല്ല തിരക്കാണ്, ഈ പ്രിയദർശിനി ബസ് നല്ല തിരക്കാണ്. അതിൽ ആണുങ്ങളും കുറച്ച് പേരൊക്കെ യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു പദ്ധതിയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്, നല്ലൊരു പദ്ധതിയാണ്, അംഗീകരിക്കണം. പക്ഷേ ഇതിപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, ഇത് അനാവശ്യമായിട്ട് ആരും ഉപയോഗിക്കരുത്. ഇത് നമുക്ക് ആവശ്യത്തിന് യാത്രയ്ക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയായിട്ട് ഇത് മാറ്റണം. നല്ല സാമ്പത്തികമുള്ളവരും ജോലി ചെയ്യുന്നവരും ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അവർക്ക് പ്രത്യേകിച്ച് കൺസെഷൻ കാർഡുകളോ എല്ലാം അനുവദിച്ച് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചാർജ് അവരിൽ നിന്ന് ഈടാക്കാം. മറ്റുള്ളവർ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇത്ര ശതമാനം ഉണ്ടല്ലോ, ഇത് വരുമാനത്തിൽ കുറേ ഉള്ളവർക്ക് ഫ്രീ ആക്കുകയും മറ്റുള്ളവർ സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഒരു ചെറിയൊരു നോമിനൽ ഫീസ് കാർഡ്, കൺസെഷൻ കാർഡ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ, അതുപോലെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആവശ്യക്കാർക്കാണ് ഇത് വേണ്ടത്. സാധാരണ ജോലി ചെയ്യുന്നത് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവരെ ഇതിനകത്ത് എക്സെപ്റ്റ് ചെയ്യണം, അവരെ മാറ്റി നിർത്തണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. തള്ളിക്കയറണം എന്ന് പറഞ്ഞാൽ തെറ്റാണല്ലേ, പെട്ടെന്ന് കയറിയാലല്ലേ തള്ളി ഞെരുങ്ങി. അതിൽ പൊതുവെ തിരക്കാണല്ലോ ഫ്രീ ആയതുകൊണ്ട്, അപ്പം അങ്ങനെ അത് പറയണ്ടായിരുന്നു. അല്ല, ബസ് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലവർക്ക് കാശ് കാണും, ചിലവർക്ക് കാശ് കാണില്ല, അങ്ങനെയുള്ളവരുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതൊരു ഇതാണ്. പക്ഷേ ഇത്രയും ആൾക്കാർ തിരക്കിട്ട് കയറുമ്പം അത് നമുക്കും വിയോജിപ്പാണ്. നോക്കി കയറണത് അവര് നോക്കി കയറണ്ടേ, അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യാൻ മോളെ, അവരോട് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അവരെ ഇഷ്ടം അവർ ചെയ്യും പോലെ. അത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ കൊടുക്കുന്നതേ തെറ്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധുക്കളായ നിവർത്തിയില്ലാത്ത എത്രയോ വയസ്സായ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടേ കൊടുക്കാൻ. ഇത് സ്ത്രീകൾ ആവശ്യപ്പെടാതെയാണ് സ്ത്രീകൾക്ക് കൊടുത്തത് കുഴപ്പമില്ല, വരുമാനം നോക്കി കൊടുക്കണം. അവിടെ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നതിന് പോലും 60 വയസ്സ് വരുമാനം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. സർക്കാർ ജീവനക്കാരായ 25,000 മുതൽ 1.5 ലക്ഷം വരെ ശമ്പളം വാങ്ങുന്നവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ അതൊരു രണ്ടൊരു പക്ഷമാണ്, ആണ് പെണ്ണ് സ്ത്രീ പുരുഷൻ എന്നുള്ളത് തീർത്തും തെറ്റാണ്. അതുകൊണ്ട് ഒന്നുകിൽ 65 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊടുക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സൗജന്യ യാത്ര കൊണ്ടുവന്നത് ഓക്കെയാണ്. പക്ഷെ അതിൽ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ
എല്ലാവർക്കും സൗജന്യ യാത്ര കൊടുത്തപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാവർക്കും യാത്ര ചെയ്യാൻ. അതേ മറിച്ച് ഇപ്പോൾ ഒരു വയസ്സായ ആൾക്കാർക്ക് പഠിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമായിട്ട് കൊടുത്തെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അത് ലേഡീസിന് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ആകുമ്പോൾ ഇപ്പം ചുമ്മാ വീടുകളിൽ ഇരിക്കുന്നവർ പോലും ഇപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞ് ചുമ്മാ യാത്ര ചെയ്യാം. അപ്പോൾ അതോടനുബന്ധിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ജെൻസുകൾക്കാണെങ്കിൽ സീറ്റ് പോയിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പോലും ഞങ്ങൾക്ക് കിട്ടില്ല, അവസരം കിട്ടില്ല. അതായത് ഇപ്പം സർക്കാർ വന്നിട്ട് പിന്നെ ഈ ഓർഡിനറി ബസ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ബസ്സും നിർത്തി കൊടുക്കുന്നില്ല. ഒന്ന് പർട്ടിക്കുലറായിട്ട് ചില ബസ്സിൽ മാത്രമേ ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ സ്ഥാപനത്തിൽ പല ലേഡീസ് സ്റ്റാഫും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇതിന് നോക്കി നിന്ന് ചിലപ്പോൾ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് ഇവിടെ ജോലി ഇവിടെ പോകും. ഇവർ കൃത്യമായിട്ട് സർവീസ് നടത്തുന്നില്ല, അതാണ് മെയിൻ. അത് ഓവർ ചില ബസ്സിലൊക്കെ നല്ല തള്ളലുണ്ട്. എന്നുവെച്ചാൽ അത് കൂടുതൽ ബസ് വിടാത്തതുകൊണ്ടാണല്ലോ അതിന് തള്ളൽ കൂടുതൽ വരുന്നത്. ഞാനും ഇപ്പോൾ 2-3 ബസ്സിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അത് ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾ. മറ്റേ കയറുന്ന ജെൻസുകൾക്കും ബുദ്ധിമുട്ടാണല്ലോ. ഗതാഗത മന്ത്രി ഇത്രയും ലേഡി പാസഞ്ചർ ഉള്ള കാര്യം ഗതാഗത മന്ത്രി അറിഞ്ഞു കാണൂലായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കയറി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണവർ ഇപ്പോൾ അതിൽ പോണത് ഫ്രീ ആയിട്ട് പോകണതുകൊണ്ട് ബസ്സിൽ കയറിയാണ് പോണത്. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ നിന്ന് കയറി ഓവർ ബ്രിഡ്ജ് ഇറങ്ങാനുള്ളവരും തമ്പാനൂർ വെള്ളം നടന്നു പോയിക്കൊണ്ടിരുന്നു. പ്രിയൊരു ശ്രീവത്ത് ഇവിടെ ഇറങ്ങണമെങ്കിൽ അതിൽ കയറി അവിടെ ഇറങ്ങുകയാണ്. അങ്ങനെയുള്ള തിരക്കതിലുണ്ട്. പിന്നെ പിടിച്ച് പറയും മോശം ഏറ്റവും കൂടുതൽ അതിലുണ്ട്. ഇവരെല്ലാം കൊണ്ടുവന്നത് ആ സർക്കാരിലെ കൊണ്ടുവന്നു. ആ സർക്കാർ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരെല്ലാം അത് ഇതിനുള്ള ഇതെല്ലാം വഴി വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇവർ തന്നെ കുറ്റം പറയണം. എന്താ എനിക്ക് അതിന് ഈ സർക്കാർ ജോലിക്കാരെന്ന് ഇതിൽ കയറ്റേണ്ട കാര്യമില്ല. എത്രയോ പാവപ്പെട്ടവരുണ്ട്. അവരൊക്കെ അതിനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. ഇത് സർക്കാർ ജോലിക്കാർ പോലും നമുക്ക് വേണ്ട ആട്ട കിടക്കണേണ്ട, ഇവിടുന്ന് അങ്ങറ്റം വരെ കിടക്കണേണ്ട. നമുക്ക് ഓട്ടം എന്ന് പറയുന്ന സാധനമില്ല. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ വഴിമുട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ്. നല്ലൊരു ഓണം വന്നാൽ പോലും നമുക്ക് പിള്ളേരൊക്കെ ഒരു ഭാഗം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമുക്കൊരു കിറ്റ് പോലും ഇല്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് ഒരു കിറ്റെങ്കിലും കിട്ടണതാണ്. ഇപ്പോൾ അതുപോലും ഇല്ലാത്തൊരു സ്ഥിതിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വളരെ പാടുപെടുകയാണ്. അല്ല, അത് അങ്ങനെ ഒരു ഇത് വന്നിട്ടല്ലേ ആൾക്കാർ കയറുന്നത്. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ ആരും കയറാൻ പോകത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സൗജന്യം പറഞ്ഞതുകൊണ്ട് എല്ലാവരും കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ബസ്സിൻ്റെ കുറവ് കാരണമായിരിക്കാം മന്ത്രി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കാം. പുതിയ ബസ്സൊന്നും ഇറങ്ങിയില്ലല്ലോ കുറേയൊക്കെ. അതും അതിൻ്റെ ഒരു ബാഹുല്യം കാരണമായിരിക്കാം മന്ത്രി ചിലപ്പോൾ അങ്ങനെ വിശ്വസിച്ചിരിക്കും. അത് പുതിയ ബസ് കുറേ ഇറക്കിയാൽ മതി, അപ്പോൾ ആ പ്രശ്നം തീരുമല്ലോ. അത് ഗവൺമെൻറ് ചെയ്താൽ മതി. ബസ് കുറച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് കയറാം. കുറേ ബസ് കൂടെ പുതിയത് വാങ്ങിയിട്ട് ഇപ്പോൾ ഉള്ള ബസ്സുകളൊക്കെ പഴയതാണ്. എല്ലാം റിപ്പയറിങ്ങും. ഇന്ന് ഞാൻ വന്ന വണ്ടി തന്നെ കരിമത്ത് വെച്ച് നിന്ന് വല്ലച്ചാതിയും കൈമനത്ത് കൊണ്ടിറക്കിയിട്ട് വേറെ ബസ്സിലാണ് പോകുന്നത്. പുതിയ ബസ്സുകൾ കുറേ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു.